ഈ തിരിഞ്ഞു നിൽക്കുന്നവളില്ലേ, ഇവള് കൊടും ഭീകരിയാണ് ഗൈസ്. എന്താണെന്നറിയാമോ, അവൾ രാവിലെ തൊട്ട് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി. നമ്മളപ്പം ആദ്യമൊന്നും വലിയ കാര്യമാക്കിയില്ല. പക്ഷെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് വഴക്ക് ഭയങ്കരമായിട്ടായി. ലാസ്റ്റ് എന്ത് ചെയ്യാനോ, പിന്നെ ഞങ്ങൾ ബീച്ചിൽ പോയി. അങ്ങനെ പോകുന്ന വഴി അത്രയും ദൂരം ഉണ്ടെന്ന് പുള്ളിക്കാരി വിചാരിച്ചില്ല. ക്ഷീണിച്ച് കിടന്നുറങ്ങി. അങ്ങനെ രാത്രി ഒരു 7:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ബീച്ചിൽ ചെന്നു. ബീച്ചിൽ പോയതിൻ്റെ കാരണം എന്താ, ഈ ഒരു കളിപ്പാട്ടം. അവൾ ഏതോ വീഡിയോ കണ്ട വഴി ഈ ഒരു കളിപ്പാട്ടം കണ്ടു. ലാസ്റ്റ് ആ കളിപ്പാട്ടം കയ്യിൽ കിട്ടി. അതുകൊണ്ട് അവിടെ ഇരുന്ന് കളിച്ച് എല്ലാം ആയപ്പോഴാണ് അവൾക്കൊരു സമാധാനമായത്. പിന്നെ ബീച്ചിൽ പോയി അവൾ അവളുടെ പണി തുടങ്ങി, ഞങ്ങൾ ഞങ്ങളുടെ പണിയും തുടങ്ങി. ആദ്യം നോക്കാൻ നല്ല ആവി പറക്കുന്ന കടലയും ചോളവും ഒക്കെ അവിടെ ഇരിക്കുന്നു. ആദ്യം അതിലൊരു ഒരു പ്ലേറ്റ് കടല മറ്റേ ചന മസാല വാങ്ങി കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു ചോളം വാങ്ങി ഞങ്ങൾ ഹാഫായിട്ട് എടുത്തു. പിന്നെ ഒരു കപ്പലണ്ടി വാങ്ങി, അത് കുറച്ച് നേരം കഴിച്ചു. അപ്പം നോക്കാൻ ഒരു പാനിപ്പൂരി വിൽക്കുന്നത് കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, അതും വാങ്ങി കഴിച്ചു. പിന്നെ കടലിൽ പോയി കഴിഞ്ഞാൽ ഉപ്പിലിട്ടത് മസ്റ്റാണല്ലോ. അങ്ങനെ പൈനാപ്പിളും നല്ല രുചിയാണ് കേട്ടോ പൈനാപ്പിൾ കഴിക്കാൻ. മാങ്ങയും മാങ്ങയ്ക്കകത്ത് ഉപ്പിലിട്ട് അതിന് ഇച്ചിരി ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് വീണ്ടും തന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ കടലിൽ ചെന്നിട്ട് കടലിലൊന്നും ഇറങ്ങിയില്ലെങ്കിൽ അത് മോശമല്ലേ. അങ്ങനെ രാത്രി കടലിലൊക്കെ ഒന്ന് ഇറങ്ങി അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ വരുന്ന വഴി ഒരു ഐസ്ക്രീമും കഴിച്ച് ഒന്നും നോക്കിയില്ല. പിന്നെ അവളെ അടുത്ത് വണ്ടിക്കകത്തിട്ടു. എന്നിട്ട് വരുന്ന വഴി ഷവർമയൊക്കെ കഴിച്ച്. എല്ലാവർക്കും സംശയം എന്നെയാണ്, ഇതിൻ്റെ പുറകിൽ ഞാനാണോ എന്ന്. പക്ഷെ ഞാനല്ല കേട്ടോ, ഇത് അവൾ ഏതോ വീഡിയോയിൽ കണ്ടിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.